നമുക്ക് പറഞ്ഞു തന്നു. നമ്മളിവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ അമലുകൾക്ക് കൂടെ നിന്ന് നമ്മളോടൊപ്പം ആമീൻ പറയാനും നമുക്ക് വേണ്ടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ദുആകൾ നിർവഹിക്കാനുമൊക്കെയായി മലക്കുകൾ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ നേതൃത്വത്തിൽ മലക്കുകളുടെ വലിയ സംഘം ഭൂമിയിൽ പരന്നൊഴുകുകയും എവിടെയെങ്കിലും ആരെങ്കിലും ആണോ പെണ്ണോ അള്ളാഹുവിൻ്റെ ദിക്ർ ദുആ ഇബാദത്തുകളിലായി കഴിഞ്ഞുകൂടുന്നവർക്ക് അനുകൂലമായി ദുആ ചെയ്യുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും മുസാഫഹത്ത് ചെയ്യുകയും ഒക്കെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് ആ മലക്കുകൾ അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിച്ചെല്ലുമ്പോൾ നമ്മളുടെ കാര്യത്തിൽ കരുണയോടുകൂടി നന്മ പ്രതീക്ഷിച്ച് അത് കണ്ടും കേട്ടും ആനന്ദിക്കാൻ സന്തോഷിക്കാൻ കാത്തിരിക്കുന്ന നമ്മുടെ രക്ഷിതാവ് ആ മലക്കുകളോട് ചോദിക്കും, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? എവിടുന്നാണ് വരുന്നതെന്ന് ആലിമുൽ ഗൈബി വ ഷഹാദയായ അള്ളാഹുവിന് അറിയാത്തത് കൊണ്ടല്ലല്ലോ. എവിടെയാ പോയി വരേണ്ടത് എന്ന് പറഞ്ഞയച്ചതും ആ അള്ളാഹു തന്നെയാണല്ലോ. എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും കാണുന്നവനുമായ അള്ളാഹു അവൻ്റെ മുഹബ്ബത്തും സ്നേഹവും പ്രകടിപ്പിക്കാൻ എന്ന നിലയിൽ മലക്കുകളോട് ചോദിക്കും, നിങ്ങൾ എവിടുന്നാണ് വരുന്നതെന്ന്. അപ്പോൾ മലക്കുകൾ പറയും, പടച്ചവനെ, നിൻ്റെ അടിമകളുടെ ഇടയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്, നിൻ്റെ അടിമകളോടൊപ്പം സഹവസിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത്. ആഹാ, എൻ്റെ അടിമകൾ എന്ത് ചെയ്യുകയായിരുന്നു? നിങ്ങൾ വരുമ്പോൾ എൻ്റെ അടിമകൾ എന്ത് ചെയ്യുകയായിരുന്നു? നിൻ്റെ അടിമകൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, പുകഴ്ത്തുന്നു, നിൻ്റെ അപദാനങ്ങൾ പറയുന്നു, നിന്നോട് അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും കരഞ്ഞു കരഞ്ഞ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, എൻ്റെ അടിമകൾ എന്തിനെയാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്? എന്തിനെയാണ് ഏറ്റവും കൂടുതൽ ആശിക്കുന്നത്? മലക്കുകൾ പറയും, അല്ലാഹുവേ, നിൻ്റെ കാരുണ്യം, നിൻ്റെ സ്വർഗം, നിൻ്റെ തൃപ്തി, ഇതാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, അതാണ് അവർ ഏറ്റവും കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല പറയും, അങ്ങനെയാണെങ്കിൽ എൻ്റെ അടിമ ആശിക്കുന്നതും എൻ്റെ അടിമ ചോദിക്കുന്നതുമായ എൻ്റെ സ്വർഗത്തെയും എൻ്റെ നിഅമത്തിനെയും നിങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എൻ്റെ അടിമകൾ എന്തിനെയാണ് ഭയപ്പെടുന്നത്? എന്തിൽ നിന്നാണ് കാവൽ തേടുന്നത്? എന്തിൽ നിന്നാണ് അവർ കാവൽ തേടുന്നത്? അല്ലാഹുവേ, നിൻ്റെ കോപത്തിൽ നിന്നാണ്, നിൻ്റെ നരകത്തിൽ നിന്നാണ്. നിൻ്റെ കോപത്തിൽ നിന്നും നരകത്തിൽ നിന്നുമാണ് അവർ ഭയക്കുന്നത്, കാവൽ തേടുന്നത്. എന്നാൽ മലക്കുകളെ നിങ്ങളെ സാക്ഷിയാക്കി എൻ്റെ അടിമകൾ ഭയപ്പെടുകയും കാവൽ തേടുകയും ചെയ്യുന്ന നരകത്തെ തൊട്ട്, എൻ്റെ കോപത്തെ തൊട്ട് ഞാൻ അവരെ മോചിതരാക്കിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളൊക്കെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഒരു പ്രഖ്യാപനമുണ്ടാകുന്ന രാത്രികളാണ് നമുക്കിപ്പം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അനുഗ്രഹത്തിൻ്റെ പ്രഖ്യാപനത്തിന് നമ്മൾ അർഹരാകണമെങ്കിൽ ഈ ഹദീസിൽ കേട്ടതുപോലെ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തും കാരുണ്യവും പൊറുക്കലും സ്വർഗവുമൊക്കെ അങ്ങേയറ്റം ആഗ്രഹമായി വരണം. ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടാകണം. അത് നമ്മൾ അധികമായി അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് അത് കേട്ട് സന്തോഷിക്കുന്ന റബ്ബ് മലക്കുകളെ സാക്ഷിയാക്കിയിട്ട്, എന്നാൽ പിന്നെ നീ ചോദിച്ചത് ഞാൻ നിനക്ക് തന്നിരിക്കുന്നു എന്ന് പറയാം. നരകത്തെപ്പറ്റിയും അദാബുകളെ സംബന്ധിച്ചിട്ടും നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് ഭയപ്പാടുണ്ടാകണം. അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കുന്നത് വെറും നാവുകൊണ്ടല്ല, നമ്മുടെ ഹൃദയം കൊണ്ടാകണം. ആ ഭയപ്പാടിൻ്റെ അളവനുസരിച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ,
ഈ രാത്രികളിൽ, പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദ്ർ ആകാൻ സാധ്യതയുള്ള രാത്രികളിൽ നമുക്ക് നമ്മുടെ റബ്ബിനെ സംബന്ധിച്ചിട്ട് വലിയ പ്രതീക്ഷ ഉണ്ടാകണം മനസ്സിൽ. റബ്ബിൻ്റെ അദാബുകളെ സംബന്ധിച്ചിട്ടും ശിക്ഷയും കോപത്തെയും സംബന്ധിച്ചിട്ട് ഭയപ്പാടുണ്ടാകണം. രണ്ടും ഒരുപോലെ വേണം. വെറും ഭയപ്പാട് മാത്രം പാടില്ല, വെറും പ്രതീക്ഷ മാത്രവും പാടില്ല. ഇത് രണ്ടിൻ്റെയും ഇടയിൽ അള്ളാഹുവിനോട് അടിമയ്ക്ക് ഒരു പ്രത്യേകമായ മാനസിക ബന്ധമുണ്ടാകണം. ആ ബന്ധത്തെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. അവർക്കാണ് അള്ളാഹു തആല ഈ രാത്രിയിൽ പുറത്തു കൊടുക്കുന്നത്, ഭാഗ്യം നൽകുന്നത്. മഹാന്മാരായ സഹാബാക്കളെ കുറിച്ചിട്ട് അള്ളാഹു തന്നെ ഇന്ന് ഖുർആനിൽ കുറേ പറഞ്ഞു. ഇന്നാമ് ദുആയിൽ വളരെ വ്യക്തമായി ആ ആയത്തുകളുടെ അർത്ഥത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് അന്വർത്ഥമാക്കണേ എന്ന് ദ്വാരുന്നു. ആ മഹാന്മാർ ശരിക്കും റളിയല്ലാഹു അൻഹും വറദു അൻഹു ഉലൈക ഹിസ്ബുല്ലാഹ് അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. അള്ളാഹു പറയാ റളിയല്ലാഹു അൻഹും വറദു അൻഹു. അവരെ കുറിച്ചിട്ട് അള്ളാഹു അങ്ങേയറ്റം തൃപ്തനാണ്. അള്ളാഹ്ക്ക് തൃപ്തിയായി. അവരുടെ ജീവിതം അങ്ങനെയായിരുന്നു. അവർക്കും അള്ളാഹുവിനെ പറ്റി തൃപ്തിയാണ്. എന്തിൻ്റെ പേരിലാണ് അവർ തൃപ്തരായത്? അവർക്ക് ജീവിതത്തിൽ കഷ്ടപ്പാട്, പ്രയാസം, ത്യാഗം, ബുദ്ധിമുട്ട്, ഇല്ലായ്മ, മാനസികവും ശാരീരികവും കുടുംബപരവുമായിട്ടൊക്കെയുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ. ഞാൻ ഇന്നലെ തഹജ്ജുദിൻ്റെ സമയത്ത് പറഞ്ഞതുപോലെ ആ പ്രതിസന്ധികളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇങ്ങനെ പ്രസംഗത്തിൻ്റെ ഇടയിൽ സൂചിപ്പിച്ചങ്ങ് പോകുന്നതിന് പകരം ഒരു സ്ഥലത്ത് നമ്മൾ ഇരുന്ന് ആ മഹാത്മാക്കളുടെ ജീവിതത്തെ നന്നായി കേൾക്കണം, പഠിക്കണം. നമ്മൾ അധികവും ശ്രദ്ധിക്കാതെ, അർത്ഥം വെക്കാതെ, പ്രസംഗങ്ങളിലൊന്നും പരാമർശിക്കാതെ കടന്നു പോകുന്ന ചില സൂറത്തുകൾ ഇന്ന് നമ്മൾ കേട്ടു. സൂറത്തുൽ മുംതഹിന എന്ന് പറയും. മുംതഹിന, പരീക്ഷിക്കപ്പെട്ടവൾ എന്നാണ് അതിൻ്റെ അർത്ഥം. പീഡനങ്ങൾക്കും വേദനകൾക്കും വിഷമങ്ങൾക്കും ഒറ്റപ്പെടുത്തലുകൾക്കും പുറത്താക്കലുകൾക്കും ഉറ്റവരും ഉടയവരും ആട്ടി ഓടിച്ച അവസ്ഥയും ഒക്കെ അനുഭവിച്ച സാധുക്കളായ ചില പെണ്ണുങ്ങളെക്കുറിച്ചിട്ട് അള്ളാഹു പറയുന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്ത്, ചില പെണ്ണുങ്ങളെക്കുറിച്ച് ഞാൻ ഇന്ന് ആ നിസ്കാരത്തിൽ ഓതി കേട്ടപ്പം മനസ്സുകൊണ്ട് വല്ലാതെ ഇങ്ങനെ വികാരഭരിതനായി. പക്ഷെ നമ്മൾ ഇരുന്ന് ഈ പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ അതൊന്നും പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ദുർബലയായ പെണ്ണിൻ്റെ ജീവിതത്തിൽ പടച്ചവൻ്റെ നിയമങ്ങൾ പാലിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഹബീബായ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടി, തങ്ങളെ അനുകരിക്കാനും അനുസരിക്കാനും വേണ്ടി അവർ ചെയ്ത ത്യാഗം എത്ര വലിയ ത്യാഗം. എന്നിട്ടും അവരുടെ ഈമാൻ, അവരുടെ ഉറപ്പ്, അവരുടെ പ്രതിബദ്ധത വീണ്ടും നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കൂടി ഒന്ന് ഉരച്ചു നോക്കണമെന്ന് പറഞ്ഞു. ഒന്നും കൂടി ഒന്ന് ഉരച്ചു നോക്കണം. അള്ളാഹു പറയുക, അതാ മുംതഹിന എന്ന് പറയും, ഒന്നും കൂടെ ഒന്ന് ഉരച്ചു നോക്ക്. അങ്ങനെ ഉരച്ചു നോക്കുമ്പോൾ ആ സ്ത്രീകളടക്കമുള്ള മുസ്ലിമീങ്ങളായ തങ്ങളുടെ അനുയായികൾ എവിടെ നിൽക്കുന്നു, എന്ത് നയം സ്വീകരിക്കുന്നു, എന്ത് നിലപാട് സ്വീകരിക്കുന്നു. ഞാനിങ്ങനെ തമാശ രൂപത്തിൽ ഒരു കാര്യം പറയാം. നിങ്ങൾ റെക്കോർഡ് ചെയ്ത് നാട്ടുകാർക്ക് പരത്തുന്നതിന് എനിക്ക് പരാതിയില്ലെങ്കിലും എനിക്ക് നാണക്കേടുണ്ട്. നമ്മൾ കുറച്ച് ദിവസമായി ഇങ്ങനെ ദ്വാരക്ക. എന്താ ദ്വാരക്കുന്ന? നല്ലൊരു മഴ തരണേ പടച്ചോനെ, സമൃദ്ധമായ മഴ തരണേ പടച്ചോനെ. രാവും പകലും ഒക്കെ ദ്വാരക്ക. ഇന്ന് നോമ്പ് തുറന്ന് മരുമസ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ കിബിലയ്ക്ക് നേരെ തിരിഞ്ഞ് നിന്ന് കരഞ്ഞങ്ങ് ദ്വാരുന്നു. പടച്ചോനെ, ചൂട് സഹിക്കാൻ വയ്യുന്നില്ല, വെള്ളമില്ലായ്മ സഹിക്കാൻ കഴിയുന്നില്ല, വെള്ളമില്ല. നിങ്ങളിങ്ങനെ കുറേ ആളുകൾ വന്ന് നിസ്കാരവും ദ്വായും കരച്ചിലും ഒക്കെ ആയിട്ട് പള്ളി സജീവമാകുമ്പം എൻ്റെ മനസ്സിങ്ങനെ പെട്ടകല. പടച്ചോനെ, വെള്ളം എന്താവും, കറണ്ട് പോയാലെന്താവും, മഴ തരണേ ദ്വാരുന്നു. നമ്മൾ 3-4 റക്അത്ത് നിസ്കരിച്ചപ്പോഴത്തേക്ക് അൽഹംദുലില്ലാ ചട്ടപ്പട്ടാന്ന് മഴ പെയ്തു. ഭയങ്കര സന്തോഷമായി. മഴയുടെ പേരിൽ കുറേ ഖുർആനിക വചനങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് പ്രിയപ്പെട്ടവർ. ഹദീസ് അതുമായി ബന്ധിപ്പിക്കാനുണ്ട്. മഴ പെയ്യുമ്പോൾ നമ്മൾ എന്ത് ദ്വാരക്കണം, മഴ പെയ്യാൻ വേണ്ടി എന്തൊക്കെ ദ്വാരക്കണം, മഴ പെയ്ത് കഴിഞ്ഞാൽ എന്ത് ദ്വാ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഓരോ വ്യക്തമായ നിലപാടുകളുണ്ട്. ഞാൻ ജനൽ തുറന്ന് നോക്കി, മഴ തന്നെ അല്ലേ? മഴ തന്നെയാണ്. 1-2 പ്രാവശ്യം തുറന്ന് നോക്കി, മഴ തന്നെയാണ്. ഭയങ്കര സന്തോഷമായി. ഞാൻ അല്പം ശബ്ദത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ച ദുആകളൊക്കെ പറഞ്ഞു. കുറച്ച് റക്കാത്തൊക്കെ അങ്ങോട്ട് പോയപ്പോൾ പെട്ടെന്ന് ഒരു ഫിക്ർ വന്നു. പടച്ചവരെ, മഴ നല്ല സമൃദ്ധമായി പെയ്താൽ
ചിലപ്പോൾ നമ്മൾ പട്ടിണിയായി പോകില്ല, അവിടെ നമ്മുടെ അത്താഴവും മുത്താഴവും ഒക്കെ വെള്ളത്തിലായി പോകില്ല റബ്ബേ എന്നൊരു ഒരു ബേജാറും അല്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മുത്താഴവും അത്താഴവും ഒക്കെ വെള്ളത്തിലായി പോകില്ലേ പടച്ചവനെ, എന്താവും, പട്ടിണിയാവുമോ എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മഴയ്ക്ക് വേണ്ടി ദ്വാരുന്നു, അള്ളാഹു മഴ തന്നു. ആ മഴ കിട്ടിയപ്പോൾ ഒരു പക്ഷേ നമ്മൾ കഴിക്കാൻ വേണ്ടി പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണം അല്പം ലേറ്റായി പോകുമോ എന്ന് ചിന്തിച്ചപ്പോൾ വലിയ ഉസ്താദാന്ന് പറയുന്ന അയാളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പടച്ച്. ഞാനതാ പറയുന്നത്, അള്ളാഹു പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങളുടെ മുമ്പിൽ വന്ന് നിങ്ങളുടെ കൈകളിൽ പിടിച്ച് ബൈഅത്ത് ചെയ്യാൻ ആഗ്രഹിച്ച് വരുന്ന ഈ പെൺകുട്ടികളെ, അള്ളാഹു പറയുക, ഈ പെൺകുട്ടികളെ ഒന്നും കൂടെ ഒന്ന് കുലുക്കി നോക്കണം നബിയെ, ഒന്നും കൂടെ ഒന്ന് ഉരച്ചു നോക്കണം. അവരുടെ മനസ്സിൻ്റെ ദാർഢ്യതയും നിശ്ചയദാർഢ്യവും എത്രത്തോളം ഉണ്ടെന്ന് ഒന്നും കൂടെ ഒന്ന് കുലുക്കി നോക്കാം. അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു തആല ഖുർആനിൽ പറയാം, ഒന്നും കൂടെ നോക്കണം. അല്ലാതെ വെറുതെ അങ്ങ് അലിഫ് ലാം മീം അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. അലിഫ് ലാം മീം അഹസിബന്നാസ്, എന്താ വിചാരിച്ചത് ജനങ്ങൾ? അൻ യുത്റകൂ അൻ യഖൂലു ആമന്ന, ഞങ്ങളും മൂമിനാണ്, ഞങ്ങളും മുസ്ലിമാണ്, റബ്ബന റബ്ബന എന്ന് ഇമാമ് പറയുമ്പോൾ പുറകിൽ നിന്ന് ഞങ്ങൾ ആമീൻ 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 എന്ന് പറയുക. അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ അങ്ങ് രക്ഷപ്പെടുമെന്നാണോ നിങ്ങളുടെ വിചാരം? വഹും ലാ യുഫ്തനൂൻ. ഓരോ കാര്യങ്ങളിലും വളരെ വ്യക്തമായി നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ മനസ്സിൻ്റെ ഈമാനിൻ്റെ ഉറപ്പിനെ പിടിച്ച് പരിശോധിച്ചിട്ടല്ലാതെ, കുലുക്കി നോക്കിയിട്ടല്ലാതെ, ഉരച്ചു നോക്കിയിട്ടല്ലാതെ, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. ഇതിനു മുമ്പ് നിങ്ങളുടെ പ്രിയപ്പെട്ട സഹാബാക്കൾ, താബിഈങ്ങൾ, അല്ലെങ്കിൽ അമ്പിയാക്കൾ, അവരുടെ അനുയായികൾ, നിങ്ങളുടെ മുന്നിൽ നടന്ന് സ്വർഗം നേടിയ ആത്മാക്കളൊക്കെ ഇതിനേക്കാളും കടുപ്പപ്പെട്ട നിലയിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖൂ. എന്നിട്ട് അള്ളാഹു അവരുടെ സത്യസന്ധമായ വിശ്വാസത്തെ ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്കറിയണം, അള്ളാഹുവിന് ബോധ്യം വരണം, അള്ളാഹുവിന് നമ്മളുടെ വിശ്വാസത്തെ കുറിച്ചിട്ട് ഉറപ്പ് വരണം. അപ്പോഴാണ് നമുക്ക് ഈമാനിൻ്റെ പദവി അള്ളാഹു തരിക. അള്ളാഹു നമുക്കൊക്കെ അടിയുറച്ച ഈമാനും വിശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും ഉണ്ടാകണം. റളിയല്ലാഹു അൻഹും വറദൂ അൻഹു എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് വെറുതെ അല്ല. വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു വയുഅ്സിറൂന അലാ أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. അള്ളാഹു എന്തിനാ നമുക്കിങ്ങനെ ഈ ചരിത്രം ഖുർആനിൽ തറാവീഹ് നമസ്കാരത്തിൽ ഓതി കേൾപ്പിക്കുന്നത്? അവരുടെ മനസ്സ് എങ്ങനത്തെ മനസ്സായിരുന്നു, അവരുടെ ജീവിതം എങ്ങനത്തെ ജീവിതമായിരുന്നു, അവർ പരീക്ഷിക്കപ്പെട്ടത് എത്ര കടുപ്പപ്പെട്ട നിലയിലായിരുന്നു, അവർ അവരുടെ സ്വന്തം നാടുകളിൽ നിന്നും ആട്ടി ഓടിക്കപ്പെട്ടു. للفقراء الذين احصروا في سبيل الله للفقراء الذين اخرجوا من ديارهم. ഖുർആൻ ഈ പറഞ്ഞ ആയത്തിന് തൊട്ടുമുമ്പ് പറഞ്ഞ അങ്ങനെ ആ പാവങ്ങൾ സാധുക്കൾ, അള്ളാഹ് പറയാ, ആ പാവങ്ങൾ സാധുക്കൾ, ആരോടും ഒരു പകയോ വിദ്വേഷമോ എന്തെങ്കിലും തരത്തിലുള്ള ശത്രുതയോ ഒന്നും വെച്ചു പുലർത്താത്ത പാവങ്ങളായ ആളുകൾ, ആരെ ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല, അവരെ അവരുടെ സ്വന്തം വീടുകളിൽ നിന്നും ആട്ടിപ്പായിക്കപ്പെട്ടു, നാടുകളിൽ നിന്നും അടിച്ചിറക്കപ്പെട്ടു. അവർക്ക് അവകാശപ്പെട്ട അവരുടെ സ്വന്തം സ്വത്ത് പോലും അനുഭവിക്കാൻ അവർക്ക് അനുവാദം കൊടുത്തില്ല എന്ന് മാത്രമല്ല, അവരങ്ങേയറ്റം സ്നേഹിച്ച് കൊണ്ടു നടന്ന പ്രിയപ്പെട്ട ഭാര്യയെ ഒപ്പം നിർത്താൻ പറ്റില്ല, മകനെ ഒപ്പം നിർത്താൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ പരീക്ഷിച്ച് പാവങ്ങൾ. പക്ഷെ അവർ പിടിച്ചു നിന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മഴയുടെ കാര്യത്തിൽ ഇങ്ങനെ മനസ്സിലിങ്ങനെ പലതും വന്നപ്പോൾ പിന്നെ പല ചിന്തകളും വന്നു. ഞങ്ങൾ അൽഹംദുലില്ലാഹ് ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനത്ത് ചെറിയൊരു ദീനിയായ സ്ഥാപനം നടത്തുന്നുണ്ട്. അതിപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പണിയുന്നത് പോലെ സിമെൻറ്റും കട്ടയും കോൺക്രീറ്റും ഒന്നും വെച്ചല്ല. പണ്ടത്തെ കാലത്തെ നമ്മുടെ ഓലയും അതുപോലെയുള്ള മുളയും ബാമ്പുവും അങ്ങനെയൊക്കെയുള്ള സാധനം വെച്ചിങ്ങനെ പണിഞ്ഞുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു പണിയിലേക്ക് ഞങ്ങൾ നിർബന്ധിതരാകാനുള്ള കാരണം ഒരു രാത്രിക്ക് രാത്രി നമ്മുടെ രാജ്യം ഭരിക്കുന്ന
അവർക്ക് ഓശാന പാടുന്ന ക്രൂര വിഭാഗം അവരുടെ തിട്ടൂര നടപ്പിലാക്കി. ആ പാവങ്ങളുടെ മഹല്ല് മുഴുവൻ രാത്രിയിൽ വന്നു തീയിട്ടു. ആ പാവങ്ങൾ രാത്രിക്ക് രാത്രി തങ്ങളുടെ മുഴുവൻ സ്വത്ത് വകകളും അവിടെ ഉപേക്ഷിച്ചിട്ട് നാട് വിട്ട് ഓടിപ്പോയി. ജീവനെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് നാട് വിട്ട് ഓടിപ്പോയി. കുറച്ചപ്പുറത്ത് ഒരു നാട്ടിൽ പോയി അഭയം പ്രാപിച്ചു. അഭയം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? അഭയം പ്രാപിക്കലും അഭയാർത്ഥിയാകലും ഒക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ വാർത്തകളിൽ കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്യാറേ ഉള്ളൂ. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടായാൽ, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മഴ പെയ്തു, വെള്ളം അധികമായി, നമ്മുടെ പുറത്ത് വെച്ച ചെരുപ്പൊക്കെ നനഞ്ഞു പോയോ പടച്ചോനെ, ഓള് ബേജാറാ. അടുപ്പിൽ വെള്ളം കയറുമോ റബ്ബേ, വിറക് നനഞ്ഞു പോവോ റബ്ബേ, ഗ്യാസ് ഇല്ലാത്തതല്ലേ റബ്ബേ, അപ്പോൾ ഗ്യാസ് ഇല്ലാത്ത സമയത്ത് ഇനി എങ്ങനെ ചോറുണ്ടാക്കുക റബ്ബേ, ഇത്രയും ആളുകൾ വരുന്ന ദിവസമല്ലേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, ഒരു കൗമ് അങ്ങ് അകലെയല്ല, നമ്മുടെ സ്വന്തം കൺമുമ്പിൽ, നമ്മുടെ സ്വന്തം ചെലവിൽ നമ്മളെപ്പോലത്തെ സഹോദരി സഹോദരന്മാർ അവരനുഭവിക്കുന്ന വേദനകൾ. നമ്മുടെ ഇമാമ് ഫലസ്തീനുകളെ കുറിച്ചിട്ടും അറേബ്യൻ നാടുകളിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാരെ കുറിച്ചിട്ടും അള്ളാഹുവിനോട് സഹായം തേടിയില്ലേ? അങ്ങ് അറേബ്യൻ നാടുകൾ വരെ പോകണമെന്നില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ പല മൂക്കുമൂലകളിലും നമ്മൾ നേരിട്ട് ദൃക്സാക്ഷികളായിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു ഭാഗത്തുനിന്ന് ഭരണകൂടത്തിൻ്റെ ഭീകരത, ആ പാവങ്ങൾക്ക് സർവ്വതും നഷ്ടപ്പെട്ടു. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയി അഭയം പ്രാപിച്ച് രക്ഷ പ്രാപിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ സാധുക്കൾ എത്രയോ കാലങ്ങളായി, ഒരു കൊല്ലത്തിൽ അവർക്ക് കൃഷിയിൽ നിന്നും വരുമാനം ലഭിക്കേണ്ട സമയമായിരുന്നു ഇത്. സമയമായപ്പോൾ കള്ളക്കേസുകളും കള്ള നിയമങ്ങളും അങ്ങനത്തെ ഉടക്ക് ന്യായങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ട് ഫുൾഡോസർ രാജ്യം എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, ഈ സാധുക്കളുടെ കൃഷിയിടങ്ങൾ അങ്ങനെ തന്നെ നശിപ്പിച്ച് കളയുക. അവരത് കണ്ടിട്ട് ഇങ്ങനെ പൊട്ടിക്കരയുക. കൃഷി നശിക്കുക, അവരുടെ ജീവിത വരുമാന മാർഗങ്ങൾ നശിക്കുക. സാധുക്കളായ മുസ്ലിം സഹോദരി സഹോദരന്മാർ അവരുടെ മുമ്പിൽ പോയി കെഞ്ചുക, എന്നാൽ പിന്നെ ഞങ്ങളെയും കൂടെ അങ്ങ് കൊന്നുകളയൂ എന്ന് വിളിച്ചു പറയുക. അങ്ങനെ ആ ഇടിച്ചു നിരത്തലിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാം നഷ്ടപ്പെട്ട പാവങ്ങൾ, എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമ്മൾ വീഡിയോ ഇങ്ങനെ കാണിച്ചിട്ട് പ്രസംഗിക്കുന്ന കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. ഞങ്ങൾ നേരിട്ട് അറിയുന്നത് കൊണ്ടും കേൾക്കുന്നത് കൊണ്ടും ഹൃദയത്തിൽ തട്ടുന്നത് പോലെ ചിലപ്പോൾ കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ തട്ടിക്കോണമെന്നില്ല. ഇങ്ങനെ മരുഭൂമി പോലെ ഇടിച്ചു നിരത്തിയിരിക്കുന്ന സ്ഥലത്ത് ഒരു ടാർപ്പായ കൊണ്ട് 1000 കുടുംബങ്ങൾ ഇങ്ങനെ അടുത്തടുത്തടുത്തടുത്ത് താമസിക്കുക. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മനസ്സിൽ ഞാൻ ഇന്ന് നേരത്തെ പുതുതായിട്ട് വന്ന സഹോദരങ്ങളോട് പറഞ്ഞു, ചെരുപ്പൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചോ, തിരക്ക് വരുമ്പം ചെരുപ്പ് നഷ്ടപ്പെട്ടാലോ. മഴ പെയ്തപ്പം എൻ്റെ മനസ്സിൽ ചിന്തിച്ച്, പടച്ചോനെ പലരുടെയും കൂടിയ ചെരുപ്പുണ്ടാവും, ലെതർ ചെരുപ്പ്. ഞാൻ പറഞ്ഞില്ല, എനിക്കിങ്ങനെ ഒരു ബലഹീനതയുണ്ട്. ഞാൻ ഇവിടെ നിസ്കരിക്കുകയാണെങ്കിലും ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സഹോദരങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും എൻ്റെ തലയിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കും. അതെൻ്റെ ഒരു ബലഹീനതയാണോ അല്ല നന്മയാണോ എന്നെനിക്കറിയില്ല. അള്ളാഹു നമുക്കൊക്കെ നല്ലത് ചെയ്യാനും നല്ല പ്രതിഫലം നേടാനും തൗഫീഖ് തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഒരു ചെരുപ്പ് നനഞ്ഞു പോകുമോ എന്ന് നമ്മൾ ഭയപ്പെടുമ്പോൾ നഷ്ടപ്പെട്ട് കൊച്ചു കിടാങ്ങളോയും കൂട്ടിക്കൊണ്ട് വന്ന് ഈ ഒരു കുടിലെന്നൊന്നും പറയാൻ കഴിയില്ല, ഒരു ഷീറ്റ് വലിച്ചു കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഉപ്പയും ഉമ്മയും ഉപ്പാപ്പയും ഉമ്മാമ്മയും കൂട്ടുകുടുംബവും ഒക്കെ ഇങ്ങനെ ജീവിക്കുക. ഒരു ചെറിയ മൈതാനത്ത് 100 കണക്കിന് വീടുകളുണ്ട്, 100 കണക്കിന് വീടുകൾ. അള്ളാഹുവിൻ്റെ പരീക്ഷണം പോലെ ആ സാധുക്കൾക്ക് ആകാശത്തുനിന്നും പരീക്ഷണം വന്നു. ശക്തമായ തീഷ്ണമായ ചൂടുണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് അന്തരീക്ഷം മാറി മഴ പെയ്തു. ശക്തമായ മഴ. ഈ പാവങ്ങൾ ആ മഴയത്ത് ചെയ്യുന്ന ത്യാഗത്തെക്കുറിച്ചിട്ട് കണ്ടപ്പോൾ നമുക്ക് വല്ലാതെ മനസ്സുരുകിപ്പോയി. ഞാൻ പറയുന്നത്, നമ്മളുടെ കൺമുമ്പിൽ നമ്മളുടെ അനുഭവത്തിൽ ഇങ്ങനത്തെ ഇതൊക്കെ ചെറിയ ചെറിയ പരീക്ഷണമാണ്. സത്യത്തിൽ ഇതൊക്കെ ചെറിയ ചെറിയ പരീക്ഷണമാണ്. ഇങ്ങനത്തെ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ കാണുമ്പോൾ അത് താങ്ങാൻ കണ്ടു നിൽക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അള്ളാഹു പറയുക, സഹാബാക്കൾ എന്ന് പറയുന്ന മഹാത്മാക്കളെ കുറിച്ചിട്ട് റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് ഞാൻ പറഞ്ഞത്, അതിൻ്റെ പിന്നിൽ ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. സ്വന്തം വീട്ടിൽ നിന്ന് അവർ പുറത്താക്കുക, സ്വന്തം നാട്ടിൽ നിന്ന് അവർ പുറത്താക്കുക, അവരുടെ സ്വത്തുക്കൾ അവരുടേതല്ല എന്ന് പറയുക, അവരെ പരസ്യമായ നിലയിൽ ഒരു നിയമവും ന്യായവും ചട്ടവും ഇല്ലാതെ തൂക്കിലേറ്റുക, കുത്തിക്കൊല്ലുക, അല്ലേ? സ്വന്തം വാപ്പയുടെ മുമ്പിൽ വെച്ചിട്ട് മകളെ തള്ളിയിട്ട് കൊല്ലുക. അതും വേറെ വാപ്പ അല്ല, നമ്മളുടെ ഹബീബായ മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രി ഒട്ടകപ്പുറത്തു നിന്നും ദുഷ്ടന്മാർ പൂർണ്ണ ഗർഭിണിയായിരുന്ന അവസ്ഥയിൽ ഉന്തിത്തള്ളി താഴെ ഇട്ടു. എന്തിനാ എൻ്റെ ഹബീബിൻ്റെ പ്രിയപ്പെട്ട പുത്രിയെ നിങ്ങൾ ഉന്തിയിടുന്നതെന്ന് നിങ്ങൾ ചരിത്രത്തിൽ ചോദിച്ചു നോക്കിയേ. എന്തിനാ? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രി പൂർണ്ണ ഗർഭിണിയായിരുന്നു. ഒരു കുറ്റവും ചെയ്യാത്തവളാണ്, ഒരു തെറ്റും ചെയ്യാത്തവളാണ്. ആ പാവം പെൺകുട്ടിയെ നമ്മൾ എത്ര വേദനയ്ക്കും പ്രിയപ്പെട്ടവരല്ലേ? നമ്മുടെ ഹബീബിൻ്റെ പ്രിയപ്പെട്ട പുത്രിയെ ഒട്ടകപ്പുറത്തു നിന്നും പൂർണ്ണ ഗർഭിണിയായ അവസ്ഥയിൽ ഉന്തി താഴെയിട്ടു. ഗർഭമനസ്സി
അത് തന്നെ അവരുടെ മരണത്തിന് കാരണമായി വഴിവെച്ചു. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സഹിച്ചു, അത് ക്ഷമിച്ചു. നബിതങ്ങളോടൊപ്പമുള്ള സഹബാക്കൾ ഇതിനേക്കാളും വലിയ 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 ത്യാഗങ്ങളും വേദനകളും നൊമ്പരങ്ങളും സഹിച്ചു. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അള്ളാഹു പറയുന്ന വാക്ക് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇന്ന് നമ്മൾ ഓതിയത് ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും. അല്ലാഹു തആല ഈ കൊടിയ പീഡനങ്ങൾ കണ്ട് 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 സഹിക്കാൻ കഴിയാതെ ഒരു നിയമം ഇറക്കിയതുപോലെയാണ് നമുക്ക് തോന്നുക. നമ്മളിപ്പം സെവനപ്പ് കുടിക്കരുത്, പെപ്സി കുടിക്കരുത്, പാവം ഫലസ്തീനികളുടെ നെഞ്ചിൽ തീ തുപ്പുന്ന ഭീമന്മാർ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിഷം കലക്കി തരുന്നതാണ്. ആ വിഷം വാങ്ങിയാൽ അത് ഉപയോഗിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. ആ വിഷം വാങ്ങാൻ വേണ്ടി നമ്മൾ പണം കൊടുത്താൽ ആ പണം ഉപയോഗിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ മേത്ത് മിസൈൽ പതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ പ്രസംഗിക്കുമ്പം അതൊക്കെ ഇപ്പം ഇന്നത്തെ കാലത്ത് അതൊക്കെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇന്നലെ രാത്രി അറിയാതെ ഒരു ബോട്ടൽ വന്നു, സെവനപ്പിൻ്റെ ഒരു ബോട്ടൽ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് എന്താ ഞാൻ 2 ദിവസമായി ദ്വാരക്കുന്നു, പടച്ചോനെ ഒരു ബോട്ടൽ സെവനപ്പ് എനിക്ക് വേണം എന്ന് ഞാൻ ദ്വാരക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ അത്ഭുതത്തോടെ നോക്കുകയല്ല, അതൊക്കെ എൻ്റെ ദ്വായ. ഞാൻ 2 ദിവസമായി ദ്വാരക്കുന്നു, ഒരു ബോട്ടൽ സെവനപ്പ് എനിക്ക് തരണേ എന്ന് ദ്വാരക്കുന്നുണ്ട്. എന്താ സംശയമുണ്ടോ? സംശയമൊന്നും വേണം. പള്ളിയിൽ നിന്ന് ഒന്നുകൂടി പറയുക, എനിക്കൊരു ബോട്ടൽ സെവനപ്പ് വേണം പടച്ചോനെ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അത് വാങ്ങാൻ ധൈര്യമൊന്നുമില്ല. അവസാനം ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ച് നമ്മുടെ ബായിനോട് പറയാം 1/2 ലിറ്ററിൻ്റെ സെവനപ്പ് വാങ്ങിക്കൊണ്ട് വരണം. അപ്പോൾ വീട്ടുകാരെല്ലാം അത്ഭുതത്തോടെ എന്നോട് ചോദിച്ച് അതെന്തിനാ അങ്ങനെ? ശരിയാണോ? തമാശയാണോ? എന്തിനാ അങ്ങനെ? അതുകൊണ്ട് ഇന്ന് പ്രസംഗമെല്ലാം കഴിഞ്ഞ് നേരം വെളുക്കുമ്പോൾ ഞാൻ കാണിച്ചത് എന്തിനാ ഞാൻ സെവനപ്പിന് ദ്വാരുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ എൻ്റെ ചെടിയില്ലേ, അതിൽപ്പെട്ട 2-3 ചട്ടിയിൽ ഒരുതരം ഫംഗസ് വന്നിട്ടുണ്ട്. ഫംഗസ് നിങ്ങൾ കണ്ടു കാണൂല്ലോ, ഞാൻ കാണും. ഇവിടുത്തെ എല്ലാ ഫംഗസും ഞാൻ കാണും. ആ ഫംഗസ് അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിന് ഒരു കീടനാശിനി പ്രയോഗിക്കണം. ഏറ്റവും നല്ല കീടനാശിനി പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു 1/2 ലിറ്ററിൻ്റെ സെവനപ്പ് വാങ്ങുക, ഒരു സ്പ്രേ, ഇവിടെയൊക്കെ സ്പ്രേ അടിക്കുന്നുണ്ട്, സ്പ്രേ കുപ്പിക്കകത്താക്കിയിട്ട് നിങ്ങളൊന്ന് അടിച്ചു നോക്കി, 2 ദിവസം കൂടെ നിങ്ങൾ പോകും. ഹക്ക് പറയാൻ ഞാനിത് വെറുതെ പറയുന്നതല്ല. ഇങ്ങനെ നമ്മുടെ കീശയിൽ കിടക്കുന്ന പൈസ കൊടുത്തിട്ട് വിഷം വാങ്ങി കുടിച്ചിട്ട് ഒരു സന്തോഷിച്ചു. ആ വിഷം വാങ്ങാൻ വേണ്ടി നമ്മൾ കൊടുത്ത പണം ഉപയോഗിച്ചിട്ട് അവൻ ഭയങ്കര സന്തോഷിച്ചു. പ്രിയപ്പെട്ടവരെ, അള്ളാഹു പറയാണ് ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു. എൻ്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും തങ്ങളുടെ സഹാബത്തിനോടും തങ്ങളുടെ കുടുംബത്തോടും പ്രത്യേകിച്ച് ഈ പുത്രിമാരെയൊക്കെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിച്ചവരോടും നിങ്ങൾ സന്ധിയാകരുത് കേട്ടോ, നിങ്ങൾ ലോഹ്യം കൂടരുത് കേട്ടോ, നിങ്ങൾ അവരെ സഹായിക്കും. ആര് പറയുന്നത്? അള്ളാഹു പറയാ. വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും. അത് നിങ്ങളുടെ സ്വന്തം ആള്, എൻ്റെ പാർട്ട്ണറാണെന്ന് വിചാരിച്ചു. എൻ്റെ പാർട്ട്ണറാണ്, എൻ്റെ കുടുംബമാണ്, എൻ്റെ വാപ്പയാണ്, എൻ്റെ ഉമ്മയാണ്, ആരായാലും വേണ്ടിയില്ല. എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും തങ്ങളുടെ കുടുംബത്തെയും തങ്ങളുടെ സഹാബത്തിനെയും ഉപദ്രവിച്ചവരോട് നമുക്ക് യാതൊരു ലോഹ്യവും ഇല്ല. അവസാനം നിർത്താൻ പോയ റക്അത്തിലും വളരെ ശക്തമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളായ നമുക്ക് തന്ന ഒരു ഓർഡറാണ്, ഒരു കൽപ്പനയാണ്, ഒരു താക്കീതാണ്. യാ അയ്യുഹൻ നബിയ്യു ജാഹിദുൽ കുഫാറ വൽ മുനാഫിഖീൻ, യാ അയ്യുഹൻ നബിയ്യു ജാഹിദുൽ കുഫാറ വൽ മുനാഫിഖീൻ വഗ്ലുദ് അലൈഹിം വമഅവാഹും ജഹന്നം വബിഅ്സൽ മസീർ. നിങ്ങൾ ഒരിക്കലും മുനാഫിഖുകളോട്, കുഫാറുകളോട് സന്ധിയാകരുത്. അവരോട് നിങ്ങൾ ഒരിക്കലും അടുപ്പം വെക്കരുത്. അവരോട് നിങ്ങൾ കോപത്തിൽ തന്നെ പെരുമാറണം. നമ്മൾ ദ്വാരക്കുമ്പം പറയുന്നില്ലേ, അള്ളാഹുവേ ജൂതനെ നീ നശിപ്പിക്കണേ, അള്ളാഹുവേ യഹൂദിയെ നീ നശിപ്പിക്കണേ. അങ്ങനെ പറയുമ്പോൾ ആളുകൾ ചോദിക്കൂല, അങ്ങനെ പറയാൻ പാടുണ്ടോ? പക്ഷെ ആ ദ്വായുടെ അർത്ഥം നിങ്ങൾ അറിയണം. അതിൻ്റെ അവസാനം പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്ക് ജൂതനോട് വെറുപ്പില്ല, നമുക്ക് നസ്രാണിയോട് വെറുപ്പില്ല, നമുക്ക് കാഫിറിനോട് വെറുപ്പില്ല, നമുക്ക് അവരുമായി ശത്രുതയില്ല. പക്ഷെ എപ്പോഴാണ് ശത്രുത വരുന്നത്? അഹ്ലിക്കൽ യഹൂദ വന്നസാറ വാലിമീൻ. അവര് ഞങ്ങളുടെ പാവപ്പെട്ട ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും മേത്ത് കയറുകയും അവരുടെ അഭിമാനത്തെയും സമ്പത്തിനെയും സ്വത്തിനെയും ഒക്കെ ഛിന്ന ഭിന്നമാക്കുകയും ഒരു ന്യായവും ഇല്ലാതെ. എന്തെങ്കിലും ന്യായമുണ്ടോ? അവിടുന്ന് ഇവിടുന്നും ഒക്കെ അവർക്ക് തോന്നുമ്പോൾ അവരുടെ കച്ചവടം കൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട് എപ്രകാരം
എൻ്റെയും നിൻ്റെയൊക്കെ അണ്ണാക്കിലേക്ക് സെവനപ്പിൻ്റെ കുപ്പി പൊട്ടിച്ചിട്ട് ഒഴിച്ചു തന്ന് വിഷം കുടിപ്പിച്ചിട്ട് നമ്മളുടെ കീശയിൽ നിന്നും പണം പിടുങ്ങുന്നോ, ഇതുപോലെ നമ്മളുടെ പ്രിയപ്പെട്ട അറബി രാജ്യങ്ങളുടെയൊക്കെ മീതെ അവരുടെ എയർപോർട്ടിൽ അവിടെ എവിടെയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ സെവനപ്പിൻ്റെ വലിയ കുപ്പി പൊട്ടിക്കും. എന്നിട്ടോ അതിൻ്റെ ബില്ല് എഴുതി അപ്പുറം കൊടുക്കും. അവൻ്റെ കച്ചവടമാണ് അത്. അല്ലാതെ ഇത് യുദ്ധം എന്ന് പറയാൻ കഴിയില്ല. പല സഹോദരങ്ങൾ എന്നോട് ഈ ഉസ്താദിൻ്റെ യുദ്ധത്തെക്കുറിച്ചൊന്നും പറയാത്തതെന്ന്. ഇത് യുദ്ധമാണെങ്കിലല്ലേ പ്രിയപ്പെട്ടവരെ യുദ്ധത്തെക്കുറിച്ച് വല്ലതും പറയാനുള്ളൂ. ഏത് പക്ഷത്ത് നിന്ന് നമ്മൾ സംസാരിക്കുക, ആരുടെ പക്ഷത്താണ് നമുക്ക് നിൽക്കാൻ കൊള്ളാം? ഇതിനകത്ത് എന്ത് ന്യായമാണ് ഉള്ളത്? ഇതൊന്നും ഒരു യുദ്ധമല്ല. ഇന്ന് ഇന്നാമു സൂറത്ത് യൂസുഫിനെ കുറിച്ച് നമ്മളോട് വിശദീകരിച്ചു തന്നില്ലേ? സൂറത്ത് യൂസുഫിനെ കുറിച്ച് അഹ്സനൽ ഖസസ് എന്ന് അല്ലാഹു പറഞ്ഞപ്പം അതിന് നമ്മുടെ നാടൻ ഭാഷയിൽ ഒരർത്ഥമുണ്ട്. ഇന്ന് നമ്മളുടെ ഒക്കെ മനസ്സിനെ അങ്ങേയറ്റം ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന സിനിമ, ഡ്രാമ എന്നൊക്കെ പറയുന്നില്ലേ, നാടകം, അതിൻ്റെ ഒരു വ്യക്തമായ കളിയാണ് ഭൂമി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ചിലപ്പം മിസൈലായിട്ട് പൊട്ടുന്നു, ചിലപ്പം ആയുധവർഷമായിട്ട് പൊട്ടുന്നു. സാധുക്കളായ 10,000-കണക്കിന് മുസ്ലിമീങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു, സ്വത്ത് നഷ്ടപ്പെടുന്നു, നാട് നഷ്ടപ്പെടും. അതുകൊണ്ട് അവരുടെ കാര്യത്തിലൊന്നും വെറുതെ പ്രസംഗിച്ച് നേരം കളയാനില്ല. ദുആ ചെയ്യ, അല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു പറയാണ്, യാ അയ്യുഹൻ നബി ജാഹിദുൽ കുഫാറ വൽ മുനാഫിഖീൻ വഗ്ലുദ് അലൈഹിം വമഅവാഹും ജഹന്നം വബിഅ്സൽ മസീർ. നമുക്ക് നരകത്തിൽ പോകാൻ പറ്റൂല, നമുക്ക് ആഖിറം നഷ്ടപ്പെടുത്താൻ പറ്റൂല. നമുക്ക് ആഖിറം നഷ്ടപ്പെടുത്താതെ നരകത്തിൽ പോകാതെ സ്വർഗത്തിൽ പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ നടന്ന് നീങ്ങിയ നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ പിൻപറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉലൈക ഹിസ്ബുല്ലാഹ് അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, ഉലൈക ഹിസ്ബുല്ലാഹ്, അവരാണ് അള്ളാഹുവിൻ്റെ ടീം, അള്ളാഹുവിൻ്റെ പാർട്ടി, അള്ളാഹുവിൻ്റെ സേന, അള്ളാഹുവിൻ്റെ സൈന്യം. ആ സേനയോടൊപ്പം നമ്മൾ നിൽക്കണം, സേനയോടൊപ്പം നമ്മൾ നിൽക്കണം. പ്രിയപ്പെട്ടവരെ, അതിന് നമ്മൾ എന്താ വേണ്ടെന്നറിയോ? നമ്മളുടെ മനസ്സുകൊണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കണം, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണം. വെറുതെ നമ്മൾ ആവേശം പ്രസംഗിക്കാനും സ്പിരിറ്റ് പറയാനും അല്ല ഇതൊന്നും പ്രസംഗിക്കുന്നത്. നമുക്ക് നമ്മളുടേതായ ദീനിൽ ഒരു അടിയുറപ്പുണ്ടാകണം, നമ്മുടെ വിശ്വാസത്തെ അടിയുറപ്പുണ്ടാകണം. നമുക്ക് പടച്ചവനോട് കൂറുണ്ടാകണം, അവൻ്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂറുണ്ടാകണം. ആ റബ്ബിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സന്ദർഭത്തിനനുസരിച്ചിട്ട് താളത്തിനൊപ്പിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാലുമാറാൻ ഒരു മുസ്ലിം ഒരിക്കലും തയ്യാറാകരുത് എന്ന് ശക്തമായിട്ട് അള്ളാഹു പറയുക. പ്രിയപ്പെട്ടവരെ, പടച്ചവൻ നമ്മളെ പരീക്ഷിക്കും, പരിശോധിക്കും പല നിലയിലും. ആ പരീക്ഷണങ്ങളിലും പരിശോധനകളിലും ഒക്കെ ഉറച്ചു നിന്നാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള സഹായം വരും. ആ സഹായം വരാൻ കുറച്ച് സമയമെടുക്കും. ആ സമയം വരെ നമ്മൾ കാത്തു നിൽക്കണം. പരിശുദ്ധ ഖുർആനിൽ തീരുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള സൂറത്ത് തലാഖാണ്. സൂറത്ത് തലാഖിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിഷയം നമ്മളോട് നന്നായി, എല്ലാ സൂറത്തുകളിലൂടെയും നമ്മളോട് പറയുന്ന വിഷയങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഇരുന്നൊന്ന് വായിക്കാൻ ശ്രമിച്ചാൽ പിന്നെ നമ്മുടെ മനസ്സിന് ടെൻഷനൊന്നും ഉണ്ടാവില്ല. കരഞ്ഞ് ദ്വാരന്ന് അള്ളാഹുവിൽ നിന്നും സഹായം വാങ്ങിയെടുക്കാൻ നമുക്ക് എളുപ്പമാവും. അള്ളാഹു തആല പറഞ്ഞു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈഥു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. നേരെ ചൊവ്വേ അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വ ചെയ്തുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു നടത്തിത്തരും. നേരെ ചൊവ്വേ അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിനെ തഖ്വ ചെയ്ത് നമ്മൾ ജീവിച്ചാൽ യജ്അൽ ലഹു മഖ്റജ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് അള്ളാഹു പരിഹാരം ഉണ്ടാക്കി തരും, നമ്മുടെ പ്രശ്നങ്ങൾക്ക് അള്ളാഹു വഴി തുറന്നു തരും. വയർസുഖുഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അള്ളാഹു തആല നമ്മുടെ കാര്യങ്ങളെ നടത്തിത്തരും, എളുപ്പമാക്കി തരും. അതിനുള്ള വഴി അള്ളാഹ് തുറന്നു തരും. അള്ളാഹ് തുറക്കാൻ വിചാരിച്ചാൽ പിന്നെ ഈ ലോകത്തുള്ള മുഴുവൻ ശക്തികൾ ഒന്നിച്ച് ചേർന്ന് നമ്മളെ കൊടുക്കാൻ വിചാരിച്ചാലും നടക്കൂല, അള്ളാഹു നമ്മളെ സഹായിക്കാൻ വിചാരിച്ചാൽ. പക്ഷേ അവിടെ ഞാൻ ഈ ആയത്തുകളൊക്കെ നന്നായിട്ട് വിശദീകരിക്കണമെന്നും അതിൻ്റെ പശ്ചാത്തലത്തിൽ സംഭവങ്ങൾ പറയണമെന്നും ഒക്കെ മനസ്സിൽ ആഗ്രഹമുണ്ട്. പക്ഷെ അതൊന്നും പറയാൻ സമയമില്ലല്ലോ. നമ്മളിങ്ങനെ പറയുമ്പം തന്നെ സമയം തീരാ, നമുക്ക് ബേജാറാവുക, നമ്മുടെ സമയം തീർന്നു പോകുന്നല്ലോ എന്നുള്ള വെപ്രാളുണ്ടാകും. പക്ഷെ പ്രിയപ്പെട്ടവരെ, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആരെങ്കിലും നല്ല നിലയിൽ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചാൽ പേടിക്കൊന്നും വേണ്ട. ഫഹുവ ഹസ്ബുഹു, ആ അല്ലാഹു അവന് മതി. അവനതേ അറബി രാഷ്ട്രങ്ങളൊക്കെ പടച്ചവൻ സഹായിക്കാത്തതെന്നാണ്. അറബി രാഷ്ട്രങ്ങളെ സഹായിക്കുക എന്നത് ഇസ്ലാമിൻ്റെ നയമൊന്നുമല്ല. അറബി രാഷ്ട്രം വേറെ, ഇസ്ലാം രാഷ്ട്രം വേറെ. ഇസ്ലാം രാഷ്ട്രം എന്ന് പറയാനൊന്നും നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ. അറബി രാഷ്ട്രങ്ങൾ വേറെ, ഇസ്ലാം രാഷ്ട്രം വേറെ. നമ്മളിപ്പോൾ പറയാറുണ്ട്, എടാ ഒരു നീളമുള്ള കമീസും തലപ്പാവിങ്ങനെ ത്രികോണത്തിൽ മടക്കിയിട്ട് തലയിൽ വെച്ചിട്ട് അത് പറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വട്ടവും വെച്ചാൽ അവനെ അള്ളാഹ് സഹായിച്ചോളാന്ന് വാഗ്ദാനമൊന്നുമില്ല. അവനെ അള്ളാഹ് പറയുന്ന പോലെ മനസ്സിലാവുന്നുണ്ടോ?
മനസ്സിലാവണമെങ്കിൽ ഒരു 27,000 രാവും കൂടി ഇവിടെ ഇരിക്കണം പൂർണ്ണമായിട്ട്, എന്നാലേ ഇതെന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ തിരിയൂ. ഒറ്റ 27,000 രാവ് കൊണ്ടൊന്നും ഇത് തിരിയൂല. നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. നീളമുള്ള ഖമീസും അതിൻ്റെ മേലെ ഒരു തട്ടമിട്ടിട്ടൊരു വട്ടവും വെച്ചാൽ അവനെ സഹായിച്ചോളാം അള്ളാഹിൻ്റെ വാഗ്ദാനം ഒന്നുമില്ല. അള്ളാഹു സഹായിക്കണമെങ്കിൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അവൻ്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇന്ന് നിസ്കാരത്തിൽ പറഞ്ഞ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അവരൊക്കെ ത്യാഗം ചെയ്തതുപോലെ ത്യാഗം ചെയ്യണം. സത്യത്തിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം. നന്മയിൽ അധിഷ്ഠിതമായി ജീവിക്കണം. ജീവിതം പടച്ചവൻ്റെ മുമ്പിൽ സമർപ്പിക്കണം. അങ്ങനെയൊക്കെ ചെയ്താലേ അവരുടെ രാഷ്ട്രത്തെ അള്ളാഹു സഹായിക്കുകയുള്ളൂ, അവരുടെ നേതാക്കന്മാരെ അള്ളാഹു സഹായിക്കുകയുള്ളൂ. അല്ലാതെ എങ്ങനെ സഹായിക്കാം? പിന്നെ നമ്മൾ ഒമയത്തവക്കൽ അലല്ലാഹി ഫഹു ഹസ്ബൂന, എൻ്റെ രാജ്യത്ത് മുഴുവനും ആരെങ്കിലും കടന്നു വന്നാൽ അവനെ തടുത്തു നിർത്തുമാറാകണമേ എന്നും പറഞ്ഞ് നമ്മൾ തവക്കൽ മുഴുവൻ അമേരിക്കയ്ക്ക് തീരെഴുതി കൊടുത്തേക്കുക. പിന്നെ എങ്ങനെ മിസൈൽ വരുമ്പം പടച്ചവനെ സഹായിക്കണമെന്ന് പാവങ്ങളായ നമ്മൾ ദ്വാരുന്നാൽ എങ്ങനെ കബൂലാവും? എല്ലാം തിരിയുന്നുണ്ടോ? അള്ളാഹുവേ തിരിയണേ റബ്ബേ, കാര്യം മനസ്സിലാകണേ റബ്ബേ, തല തിരിയാതെ നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കണേ പടച്ചവനെ. തിരിയണേ എന്ന് ഞാൻ പറഞ്ഞിട്ട് ഈ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ തലതിരിയലാണ് തീരുമാനിക്കുന്നതെങ്കിൽ എല്ലാം അപകടത്തിലായി പോവല്ലോ പടച്ചവനെ. നമ്മൾ പാവങ്ങൾ ഇവിടുന്ന് രാത്രിയിൽ കരഞ്ഞ് അറബ് രാഷ്ട്രങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുക. പക്ഷെ പടച്ചവൻ്റെ ഭാഗത്തുനിന്ന് സഹായം വരാത്തതിൻ്റെ പേരിൽ നമ്മൾ നിരാശപ്പെടുക വേണ്ട പ്രിയപ്പെട്ട, വേണ്ട. ഞങ്ങൾ ഗൾഫിലാണല്ലോ, ആദ്യം ഞങ്ങൾ തമാശയ്ക്ക് പറയാറുണ്ട്. അവിടെ ഗൾഫിൽ മഴയില്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത് മഴയ്ക്ക് വേണ്ടിയിട്ട് ദ്വാരക്കും. മഴയില്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത് മഴയ്ക്ക് വേണ്ടി ദ്വാരക്കും. മഴയ്ക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടാവും. പള്ളിയിൽ നിന്ന് വിളിച്ചു പറയും, ഇന്ന നിസ്കാരത്തിന് ശേഷം ദ്വാ ഉണ്ടാവും, എല്ലാവരും വരണമെന്ന് പറയും. എല്ലാവരും പള്ളിയിലേക്ക് വരണമെന്ന് പറയും. ഇമാമ് വിളിച്ചു പറയുമ്പോൾ പാവങ്ങളായ കുറച്ച് ബംഗ്ലാദേശികളും കുറച്ച് പാകിസ്ഥാനികളും കുറച്ച് ഇന്ത്യക്കാരുമായ നമ്മളാണ് പള്ളിയിൽ വരിക. നിങ്ങൾ നോക്കിയാൽ മതി. ഇനിയിപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനെ ദുആയും ഇല്ല, അങ്ങനത്തെ പ്രാർത്ഥനയും പള്ളിയിലേക്ക് വിളിക്കലും ഒന്നുമില്ല. ഞാനിപ്പോൾ അവസാനം UAE പോയപ്പം ഒരു ജുമാ ദിവസത്തിൽ അവിടുത്തെ സ്ട്രിക്റ്റ് നിയമം 15 മിനിറ്റ് കൊണ്ട് കുത്തുബക്ക് മിമ്പറിൽ കയറുന്നതേ, ഇമാമ് മിമ്പറിൽ കയറുമ്പം അവർ കറക്റ്റ് സമയം നോക്കും. മിമ്പറിൽ കയറുന്നത് മുതൽ സലാം വീട്ടുന്നതിൻ്റെ ഇടയിൽ 15 മിനിറ്റ് അല്ലാത്ത 1 സെക്കൻഡ് അധികം എടുത്താൽ പിന്നിൽ നിന്നും ഈ ഇമാമിനെ അറസ്റ്റ് ചെയ്യും. ഞാൻ ഏത് നാട്ടിൻ്റെ നിയമത്തെക്കുറിച്ചാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ? പിന്നെ എങ്ങനെ പടച്ചോൻ നമ്മളെ സഹായിക്കാം? ജുമാ ദിവസത്തിൽ ഇമാമ് മിമ്പറിൽ കയറുന്നത് മുതൽ അസ്സലാമു അലൈക്കും എന്ന് സലാം വീട്ടുന്നതിൻ്റെ ഇടയിൽ 15 മിനിറ്റ് എന്ന് പറയുന്ന ഈ 15 മിനിറ്റ് അല്ലാത്ത 1 സെക്കൻഡ് അധികമായാൽ അയാൾ റിമാർക്ക് അയാളെ നോട്ട് ചെയ്യും. 1 മിനിറ്റ് അധികം ആയാലോ ശിക്ഷിക്കപ്പെടും. അധികം എടുത്താൽ പിന്നെ അങ്ങ് അകത്താക്കപ്പെടും. ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ എൻ്റെ ഒരു കൃത്യമായ മൊബൈൽ പിടിച്ചിട്ട് അന്ന് ജുമാക്ക് പോയിരുന്നു. കാരണം ഞാനൊരു ഖത്തീബാണല്ലോ, എനിക്ക് ഒരിക്കലും നടക്കൂല. 15 മിനിറ്റ് കൊണ്ട് പ്രസംഗിക്കണം, 15 മിനിറ്റ് കൊണ്ട് നിസ്കരിക്കണം, 15 മിനിറ്റ് കൊണ്ട് സലാം വീട്ടി നടക്കുകയേ ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ എന്നെ ഖത്തീബ് ഉദ്യോഗത്തിൽ നിങ്ങൾ പിരിച്ചുവിടുക വേണ്ടോ? എന്നെ കൊണ്ടാവൂല. പക്ഷെ ഞാൻ പ്രിയപ്പെട്ടവരെ പോയി പരീക്ഷിച്ച് നോക്കി. കൃത്യം പാവം ആ കറക്റ്റ് 15 മിനിറ്റ് ആയപ്പം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നീ മനുഷ്യൻ പറഞ്ഞു. ഇതാണ് നമ്മളുടെ പ്രിയപ്പെട്ട രാഷ്ട്രം. നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രം ഇതാ. എന്തിനാ അത് പറഞ്ഞത്? അപ്പം ഇനിയുള്ള കാലത്ത് ഇത്തരം രാഷ്ട്രങ്ങളിൽ മഴയ്ക്ക് വേണ്ടി ദ്വാരക്കാൻ വിളിച്ചു പറയുകയോ എല്ലാവരെയും കൂട്ടിയിട്ട് വിളിച്ചു പറഞ്ഞ് ദ്വാരക്കുകയോ ഒക്കെ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. നടക്കുമെന്ന് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു വിശ്വാസം നമ്മുടെ നേതൃത്വത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഞാൻ തമാശയ്ക്ക് പറയാൻ വിചാരിച്ച ഒരു യാഥാർത്ഥ്യം, തമാശയാണെങ്കിലും സംഗതി യാഥാർത്ഥ്യമാണ്. മഴയ്ക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടിയിട്ട് വന്ന് സദസ്സിൽ ഇമാമ് തിരിഞ്ഞു നോക്കുമ്പം സഫിൽ മുഴുവനും ഒന്നെങ്കിൽ ബംഗ്ലാദേശിയാണ്, അല്ലെങ്കിൽ പാകിസ്ഥാനിയാണ്, അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ രാജ്യത്തിൻ്റെ പ്രത്യേക ചില സംസ്ഥാനങ്ങളിലുള്ള പാവങ്ങളൊക്കെയാണ്. ഇമാം അവറുകൾ നന്നായി ദ്വാരക്കും, മഴ തരണേ എന്ന് ദ്വാരക്കും. ഈ പുറകിലുള്ള മുഴുവൻ സാധുക്കളും ആമീൻ എന്ന് കരഞ്ഞു പറയും. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ സാധുക്കളുടെ നാട്ടിലെല്ലാം ശക്തമായ മഴ പെയ്യും. അതാണ് ബംഗ്ലാദേശിൽ വെള്ളപ്പൊക്കം വരുന്നത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സംസ്ഥാനത്ത് പാവങ്ങളുടെ കുടിലെല്ലാം വെള്ളത്തിൽ ഒഴുകിപ്പോയത്. ആരാ ഈ പാവങ്ങളുടെ കരച്ചിൽ അള്ളാഹു കേൾക്കും, അവരുടെ ദുആ അള്ളാഹു കേൾക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ അറബ് രാഷ്ട്രം എന്ന് പറയുമ്പം പടക്കുകയും ബേജാറാവുകയൊന്നും വേണ്ട. നമ്മുടെ സഹോദരീ സഹോദരന്മാർ നിരപരാധികൾ, അള്ളാഹുവേ അവർ ശിക്ഷിക്കപ്പെടുന്നതിൽ നിന്നും അവരുടെ പീഡനങ്ങളിൽ നിന്നും അവരെ നീ കരകയറ്റണമേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് മോചനം നൽകുമാറാകട്ടെ, അവരെ സമാധാനിപ്പിക്കുമാറാകട്ടെ, ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഒരു ശിക്ഷയിലും അള്ളാഹു അകപ്പെടുത്തി പരീക്ഷിക്കാതെ നമ്മളെല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. തഖ്വ പരിശീലിക്കാനുള്ള മാസത്തിൽ
ലൈലത്തുൽ ഖദർ പോലെയുള്ള രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങൾ കേൾക്കണം, നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടാൻ നമ്മൾ ജീവിതത്തിൽ തഖ്വ ഉണ്ടാക്കണം. എവിടൊക്കെ വേണം? എല്ലായിടത്തും വേണം. നിസ്കാരത്തിൽ മാത്രം തഖ്വ പോരാ. നിസ്കരിക്കുമ്പോൾ നമ്മൾ തലയിലൊരു തൊപ്പി വെക്കും, നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ തൊപ്പി എടുത്ത് കീശ വെക്കും. എന്താ കാരണം? തൊപ്പി ഇട്ടുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത പല പണിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് തൊപ്പി എടുത്ത് കീശ വെക്കുന്നത്. അങ്ങനെയല്ലേ? ഹജ്ജിന് പോയിട്ട് വരുമ്പം ദാടി വെക്കും, ഉംറക്ക് പോയിട്ട് വരുമ്പോൾ ദാടി വെക്കും, കുറച്ച് ദിവസം കഴിയുമ്പോൾ ദാടി അങ്ങ് പഠിക്കും. കാരണം എന്താ? ആ ഹജ്ജിന് പോയി വന്ന ഭക്തി നിർഭരമായ ഒരു ജീവിത വിശുദ്ധി ഉണ്ടല്ലോ, അത് ദാടിയും വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ പറ്റൂല എന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ ദാടി അങ്ങ് പഠിച്ചേക്കുക. ഞാൻ ദാടി അങ്ങ് പഠിച്ചു. ഞാൻ പറയുന്നത് തമാശയാണ് അല്ല, നിങ്ങളൊന്ന് കൺഫ്യൂഷൻ ആവട്ടെ. ഇത് തമാശയല്ല, ഇത് വസ്തുതയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ നിസ്കാരത്തിൽ തഖ്വ ഉണ്ടാക്കിയാൽ പോരാ, നമ്മുടെ നോമ്പിൽ തഖ്വ ഉണ്ടാക്കിയാൽ പോരാ, നമ്മുടെ ഈ ഖിയാമുൽ ലൈലിൽ തഖ്വ ഉണ്ടായാൽ പോരാ, ഖുനൂത്തിൽ തഖ്വ ഉണ്ടായാൽ പോരാ, ജീവിതത്തിൽ തഖ്വ ഉണ്ടാവണം. ജീവിതം മുഴുവൻ തഖ്വ ഉണ്ടാകണം. സാമ്പത്തിക രംഗം, കുടുംബരംഗം എല്ലാം തഖ്വയിൽ അധിഷ്ഠിതമായാൽ യജ്അൽ ലഹു മഖ്റജ, അള്ളാഹു നമുക്ക് വഴി തുറന്നു തരും. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഞാൻ ഇരുന്ന് പള്ളിയിൽ പടച്ചവനെ സാക്ഷിയാക്കിക്കൊണ്ട് പറയുക, നമുക്ക് അള്ളാഹു വഴി തുറന്നു തരും. നമ്മൾ അറിയാത്ത രൂപത്തിൽ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, വഴികൾ അള്ളാഹു ഇങ്ങനെ തുറന്നു തരും. പക്ഷേ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യമുണ്ട്, ഖദ് ജഅല അല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റ എന്നാണ്. അത് പറയാനാ ഖദ് ജഅല അല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റ. നമ്മൾ പറയുന്നത് പോലെ, നമ്മൾ വിചാരിക്കുന്നത് പോലെ, നമ്മൾ ഇഷ്ടപ്പെടുന്നത് പോലെ പടച്ചോൻ ചെയ്തോളണം എന്ന് നമ്മൾ നിർബന്ധം. അതാ ഞാൻ പറഞ്ഞത്, മഴ വേണം പടച്ചോനെ ക്യാൻറ്റീൻ്റെ അത്രയും സ്ഥലത്ത് വേണ്ടേ എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുമോ? പറഞ്ഞു മെനഞ്ഞാത് ഒരു ചാറ്റൽ മഴ വന്നില്ലേ, മെനഞ്ഞാൽ നമ്മൾ ആരും അറിയാതെ പാതിരാത്രികളിൽ ചാറ്റൽ മഴ. ഞാൻ ഭയങ്കര സന്തോഷിച്ചു. ഇന്ന് ലൈലത്തുൽ ഖദറാണ്, അൽഹംദുലില്ലാ ചാറ്റൽ മഴയൊക്കെ വന്നല്ലോ, അൽഹംദുലില്ലാ സന്തോഷമായി. അങ്ങനെ സുബൈക്ക് വിഷയങ്ങൾ കാണുന്നില്ല, നമ്മുടെ ഭായിമാരെ ഇരുത്തിയിട്ട് ഞാൻ ഇന്നത്തെ മെനുവും കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ നമ്മുടെ ഭായിമാർ പറഞ്ഞ് ഖലേക്ക് ബാരിഷ് ആ രഹാത്ത. ഞാൻ പറഞ്ഞു മാഷാ അല്ലാഹ് ആ രഹാത്ത, ലേക്കിൻ ഹംനെ ബോത് ഡർ ഗയാ, ഹംനെ റുഖാ ദിയാ, ദുആ കർ യാ റബ്ബേ യാ റബ്ബേ യാ. ഞാൻ പറയും കഴുതകളെ, ഇവിടെ നമ്മൾ ഒന്ന് മഴ പെയ്യണേ എന്ന് ദ്വാരക്കുന്നത്, നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് മഴ പെയ്യല്ലേ എന്ന് ദ്വാരക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ മഴ പെയ്യണം, പക്ഷേ ക്യാൻറ്റീൻ്റെ ഇത്രയും ഭാഗത്ത് ഞങ്ങളുടെ രാത്രിത്തെ അത്താഴം മുടങ്ങുന്ന രൂപത്തിൽ അവിടെ പെയ്യരുതേ എന്നൊന്നും നിർബന്ധം പിടിക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞ മനസ്സിലാവും. ഖദ് ജഅല അല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റ. അള്ളാഹു ഓരോന്നിനും ഓരോ സമയം നിശ്ചയിച്ചിട്ടുണ്ട്, ഓരോന്നിനും ഓരോ ലൈൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നടക്കൂ. അല്ലാതെ നമ്മൾ നിർബന്ധം പിടിക്കുന്നത് പോലെ വേണമെന്ന് ആരും വാശി പിടിക്കരുത് പ്രിയപ്പെട്ടവരെ. പക്ഷേ നിരാശപ്പെടേണ്ട, ഇതൊന്നും പാഴാവില്ല. നമ്മുടെ ഇന്നത്തെ ഈ കരച്ചിലൊന്നും പാഴാവില്ല. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മൾ കരഞ്ഞു പറഞ്ഞതെല്ലാം നമ്മുടെ രക്ഷിതാവ് സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്, ഒരു സംശയം വേണ്ട. നമ്മുടെ ഈ രാത്രിയിൽ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മളുടെ കുടുംബകാര്യത്തിലോ വ്യക്തിപരമായ കാര്യത്തിലോ നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നതൊന്നും അള്ളാഹു തള്ളിക്കളയൂല. അള്ളാഹ് പറയാ ഇന്നത്തെ രാത്രി നിങ്ങൾ കേൾക്കൂ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജലാലിലും എൻ്റെ ഇസ്സത്തിലും സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു, എൻ്റെ അടിമേ ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും. എൻ്റെ അടിമേ ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും. ചിലപ്പോൾ എന്തെങ്കിലും നന്മയുടെ പേരിൽ അല്പം താമസം നേരിട്ടാലും ശരി എന്ന് അള്ളാഹു പറയുമെന്ന് റസൂലുള്ളാഹി. അതുകൊണ്ട് നിരാശപ്പെടേണ്ട, കരയണം, ദ്വാരക്കണം. ഓരോരുത്തരും ഒറ്റയ്ക്കിരുന്ന് ദ്വാരക്കണം. ഇന്നത്തെ രാത്രി മുഴുവൻ പ്രിയപ്പെട്ടവരെ അധികമായി ഇസ്തിഗ്ഫാർ പറയണം. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ലൈലത്തുൽ ഖദർ ആണെങ്കിൽ അധികമായി ഇസ്തിഗ്ഫാർ ചെയ്യണം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി എന്ന് പറയണം. അത് പ്രധാനപ്പെട്ട ഇസ്തിഗ്ഫാർ. കുറഞ്ഞ പക്ഷം അറിയുന്നവർ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്തെങ്കിലും പറയാൻ ശ്രമിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ എന്ന ദിക്ർ പറയണം. ഇങ്ങനെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, ദിക്ർ വർദ്ധിപ്പിക്കണം. പരിശുദ്ധ ഖുർആൻ അധികമായി ഓതാൻ ശ്രമിക്കണം. ഈ രാത്രിയിൽ ഖുർആൻ ഓതാൻ ശ്രമിക്കണം. നമുക്ക് സാധിക്കുന്നിടത്തോളം ഖുർആൻ ഓതി നിന്ന് നമസ്കരിക്കാൻ ശ്രമിക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ രാത്രിയിൽ നമ്മൾ ദുആ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയങ്കരരായ ഉമ്മവാപ്പമാർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ അങ്ങേയറ്റം വാത്സല്യത്തോടുകൂടി കാണുന്ന നമ്മുടെ ഉടയവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ദുആ ഇന്ന രാത്രിയിലെ ഒരു പ്രധാനപ്പെട്ട അമലാണ്. സാധിക്കുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സദഖ കൊടുക്കാൻ ശ്രമിക്കണം. അഥവാ മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് നിൽക്കുന്നത് ചിലപ്പോൾ നിസ്കാരത്തിലാവും, ചിലപ്പോൾ ഇസ്തിഗ്ഫാറിലാവും, ചിലപ്പോൾ ഖുർആനോത്തിലാകും, ചിലപ്പോൾ ദുആയിലാകും, ചിലപ്പോൾ എൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് അല്പം പടച്ചവനെ നിൻ്റെ മാർഗത്തിൽ സദഖ കൊടുത്തുകൊണ്ടാകും. അങ്ങനെ എന്തെല്ലാം നന്മകൾ ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ നന്മകളെല്ലാം ചെയ്യാം.
നിരാശപ്പെടാതെ അള്ളാഹു നമ്മളെ കൈയൊഴിയുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ഇൻഷാ അള്ളാഹ് നമ്മൾ ദുആയും ഇബാദത്തുകളൊക്കെ ചെയ്താൽ ഇൻഷാ അള്ളാഹ് താമസിയാതെ അള്ളാഹു നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. തീർച്ചയായും അള്ളാഹു നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിൻ്റെ ആ സഹായം കണ്ണ് കുളിർമയാകാനുള്ള ഭാഗ്യം നമുക്കൊക്കെ അള്ളാഹു തരുമാറാകട്ടെ. 13 വർഷക്കാലം മക്കത്ത് അള്ളാഹുവിൻ്റെ റസൂൽ കഷ്ടപ്പെട്ടു ത്യാഗം ചെയ്തു. ഉഖ്രിജു, അവസാനം ആട്ടി പുറത്താക്കി. ഈ 13 വർഷത്തിൻ്റെ പഴയകാല ഹിസ്റ്ററി വെച്ച് വിലയിരുത്തിയാൽ പിന്നെ ഒരിക്കലും മദീനയുടെ സുന്ദരമായ 10 വർഷം പിറക്കുമായിരുന്നില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആദ്യത്തെ മക്ക നമ്മുടെ ജീവിതത്തിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ രണ്ടാമത്തെ മദീന നമ്മുടെ ജീവിതത്തിൽ ഉറച്ച വാഗ്ദാനമായി അള്ളാഹു തരുക തന്നെ ചെയ്യും. സംശയിക്കൊന്നും വേണ്ട. അള്ളാഹു നമ്മളെ സമാധാനിപ്പിക്കുമാറാകട്ടെ, സന്തോഷിപ്പിക്കുമാറാകട്ടെ, നമുക്ക് അമലുകൾക്കുള്ള തൗഫീഖ് തരുമാറാകട്ടെ, അമലുകളിൽ മുന്നേറാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അള്ളാഹു നമുക്ക് മാറ്റി തരുമാറാകട്ടെ. ജീവിത പ്രയാസങ്ങളെ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. ജീവിത പ്രയാസങ്ങളെ മാറ്റി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്വർഗം ചോദിക്കണം, നരകത്തിൽ നിന്ന് കാവൽ തേടണം, ആഖിറത്തിൽ സലാമത്താകണം, ദ്വാരക്കണം. മാത്രമല്ല, പടച്ചോനെ എൻ്റെ കടം തീർത്ത് തരണേ, എൻ്റെ കഷ്ടപ്പാട് മാറ്റി തരണേ. ആതിഖ് റിഖാബന വറിഖാബ ആബായിന വ ഉമ്മഹാത്തിന വ ഇഖ്വാനിന മിനദ്ദൈനി വൽ മളാലിമി വന്നാർ. നമ്മൾ ദ്വാരക്കുന്നത് കടങ്ങളിൽ നിന്നും എൻ്റെ തലയെ നീ മോചിപ്പിക്കണേ പടച്ചോനെ, അക്രമങ്ങളിൽ പെട്ടുപോകാതെ എന്നെ നീ മോചിതനാക്കണേ റബ്ബേ, നരകത്തിൽ നിന്നും എന്നെ നീ മോചിതനാക്കണം. അങ്ങനെയൊക്കെ നമ്മൾ ദ്വാ ചെയ്യണം. സാധാരണ ഈ രാത്രികളിൽ ദ്വാരക്കാനായി ഉലമാക്കൾ നമുക്ക് പഠിപ്പിക്കുന്ന ഒരു ദ്വാ ഉണ്ട്. അല്ലാഹുമ്മ ഇഗ്ഫിർലി ദംബി, അല്ലാഹുമ്മ ഇഗ്ഫിർലി ദംബി വവസ്സിഅ ലീ ഫീ ദാരി വബാരിക് ലീ ഫീ റിസ്ഖി എന്നാണ്. 3 കാര്യങ്ങളാണ്. ആ 3 കാര്യങ്ങൾ വിശദമായി പറഞ്ഞാൽ തന്നെ ലൈലത്തുൽ ഖദർ അത്താ മത്ലഉൽ ഫജ്റാവും, രാവിലെ വരെയാവും. പടച്ചവനെ എൻ്റെ പാവങ്ങളൊക്കെ പുറത്തു തരണേ എന്ന്. അത് ഇൻഷാ അല്ലാഹ് നാളെ അർത്ഥം വെക്കാം. നാളെ എല്ലാവരും വരുമോ? ഇൻഷാ അല്ലാഹ് നാളെ അർത്ഥം വെക്കാം. എൻ്റെ പാവങ്ങളൊക്കെ പുറത്തു തരണേ പടച്ചവൻ, എൻ്റെ വീട് നീ വിശാലമാക്കി തരണേ എന്ന് പറഞ്ഞാൽ ഇപ്പം 1500 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ, അടുത്ത നോമ്പാകുമ്പോഴത്തേക്ക് ഒരു 3500 സ്ക്വയർ ഫീറ്റ് ആക്കി തരണേ എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? ഭാഷാർത്ഥം അങ്ങനെയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് നമുക്ക് ഇൻഷാ അല്ലാഹ് സാധിക്കുമെങ്കിൽ നാളെ. വവസ്സിഅ ലീ ഫീ ദാരി, എൻ്റെ വീട് നീ വിശാലമാക്കി തരണേ റബ്ബേ. അതുകൊണ്ടല്ലോ നമ്മുടെ ദുആയിൽ വീട്. 3-മതായി എൻ്റെ റിസ്ക് നീ വിശാലമാക്കി തരണേ പടച്ചോനെ. ഇപ്പം മാസം ഇത്ര വരുമാനമേ ഉള്ളൂ, റമദാൻ കഴിഞ്ഞാൽ അടുത്ത റമദാനിന് മുമ്പ് എൻ്റെ വരുമാനം നീ ഇത്രയാക്കി എൻ്റെ റബ്ബിനോട് ഞാൻ ചോദിക്കണ്ടേ? വേറെ ആരോടെ നമ്മൾ ചോദിക്കുക? ആരോടെ ചോദിക്കുക പ്രിയപ്പെട്ട? അതുകൊണ്ട് നിരാശപ്പെടേണ്ട, സന്തോഷത്തോടുകൂടി ഉറച്ച വിശ്വാസത്തോടുകൂടി ഇൻഷാ അല്ലാഹ് ദുആയിൽ മുഴുകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പാവങ്ങളായ സാധുക്കളായ നമുക്കൊക്കെ ഇതനുസരിച്ച് അമൽ ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ കുടുംബത്തോട് ഇത്തരം കാര്യങ്ങളൊക്കെ പറയണം. നമ്മൾ ഇന്ന് ഓതിയ അവസാനത്തെ ഭാഗത്ത് യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസക്കും, നിങ്ങൾ പള്ളിയിലേക്ക് വന്നല്ലോ, ഇത്തികാഫ് ഇരുന്നല്ലോ, നരകത്തിൽ നിന്ന് മോചനം തേടുന്നുണ്ടല്ലോ, ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ വീട്ടിൻ്റെ അവസ്ഥ എന്താ? ഭാര്യൻ്റെ മക്കളുടെയും അവസ്ഥ എന്താ? അവർ ഏത് കോലത്തിലാണ് ഉള്ളത്? അവർ ഏത് ചിന്തയിലാണുള്ളത്? എന്ത് പ്രവർത്തനങ്ങളിലാണുള്ളത്? നിങ്ങൾ ലൈലത്തുൽ ഖദർ ആയോ പടച്ചവനെ എന്ന് വെപ്രാളത്തോടു കൂടി ദ്വാരെന്ന് പടച്ചവനിലേക്ക് അടുക്കാൻ ശ്രമിക്കുമ്പം നിങ്ങളുടെ ഭാര്യയുടെ ഫിക്ർ എന്താ? മക്കളുടെ ഫിക്ർ എന്താ? അവരുടെ ചിന്ത എന്താ? അത് നിങ്ങൾ ചിന്തിക്കണം. ഖൂ അൻഫുസക്കും വ അഹ്ലീക്കും നാർ. അല്ലാഹ് പറയുക, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ശരീരത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചോളണേ എന്ന് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേക സുന്നത്ത് അവസാനത്തെ രാവുകളായാൽ തങ്ങൾ സ്വയം ആവേശഭരിതനാകും, മുണ്ട് മുറുക്കി ഉടുക്കും എന്ന് പറഞ്ഞാൽ ഒരുങ്ങി ഇറങ്ങും, കുടുംബത്തെ വിളിച്ചുവിടും. ഇത് പ്രത്യേക സുന്നത്താണ്. അതുകൊണ്ട് എല്ലാവരോടും പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ അമൽ ചെയ്യാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നിപ്പം കുറച്ച് നേരത്തെ നിസ്കാരം തുടങ്ങണം അല്ലേ? എത്ര മണിക്ക് തുടങ്ങും?